വിഷുവിന് ഇനി ഒരു ദിവസം മാത്രം. മലയാളികൾക്ക് വിഷുവെന്നാൽ ആദ്യം ഓർമ്മ വരുന്നത് ഓട്ടുരുളിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള കണിക്കൊന്നപ്പൂക്കളാണ്. കടുത്ത വേനൽ കാരണം ആഴ്ചകൾക്ക് മുൻപേ തന്നെ മരങ്ങളിൽ കൊന്നപ്പൂക്കൾ നിറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ കാറ്റിലും മഴയിലും അവ വലിയ തോതിൽ കൊഴിഞ്ഞു വീഴുകയാണ്. നാളത്തെ വിഷു എത്തുമ്പോഴേക്കും കണിയൊരുക്കാൻ മരങ്ങളിൽ പൂക്കൾ ബാക്കിയുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മലയാളികൾ. പാതയോരങ്ങളിലും വീട്ടുപറമ്പുകളിലും നഗരങ്ങളിലും സ്വർണ്ണപ്പൂക്കൾ വാരി വിതറി നിൽക്കുന്ന കണിക്കൊന്നകൾ മലയാളികൾക്ക് എന്നും ഒരു കുളിർമയുള്ള കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണുന്നതുപോലെ ഇത്തവണയും കൊന്നകൾ നേരത്തെ പൂത്തു. കടുത്ത വേനൽ നേരത്തെ എത്തിയതോടെ ആഴ്ചകൾക്ക് മുൻപേ തന്നെ മരങ്ങളിൽ ഈ സ്വർണ്ണവസന്തം നിറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു മാസം മുൻപേ തന്നെ കണിക്കൊന്നകൾ പൂത്തതും പിന്നാലെ എത്തിയ വേനൽ മഴയുടെ വരവും കൊന്നപ്പൂക്കൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിന് ഈ മഴ വലിയൊരാശ്വാസമാണെങ്കിലും നേരത്തെ വിരിഞ്ഞ കണിക്കൊന്നകൾക്ക് ഇതൊരു വില്ലനായി മാറുകയാണ്. കാറ്റിലും മഴയിലും കൊന്നപ്പൂക്കൾ വലിയ തോതിൽ നിലം പതിക്കുകയാണിപ്പോൾ. വിഷുവിന് ഇനി ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ മരങ്ങളിൽ കണിയൊരുക്കാൻ പൂക്കൾ ബാക്കിയുണ്ടാകുമോ എന്നതാണ് ഏവരുടെയും സംശയം. ഇതിനിടയിൽ ഇനിയും മഴ പെയ്താൽ ബാക്കിയുള്ള പൂക്കൾ കൂടി നശിക്കും. അങ്ങനെ വന്നാൽ വിഷുക്കണി ദർശനത്തിന് കൃത്രിമ കൊന്നപ്പൂക്കളെയോ അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് മാർക്കറ്റിലെട്ടുന്ന പൂക്കളെയോ ആശ്രയിക്കേണ്ടി വരും. അതേസമയം മാർക്കറ്റുകളിൽ കൃത്രിമ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. വിഷുവിന്റെ തിരക്കുകൾ തുടങ്ങി. മഴ പെയ്ത് കാരണം നമ്മൾ വിഷുക്കണി പൂക്കൾ കിട്ടുന്നില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ വിഷുക്കണി പൂവാണ് കൂടുതൽ പോകുന്നത്. ഒരാഴ്ച പോലെ തന്നെ സെയിൽ തുടങ്ങി. മയിൽപ്പീല് പോകുന്നുണ്ട്, വാൽക്കറി പോകുന്നുണ്ട്, പുടവ് പോകുന്നുണ്ട്. എല്ലാ ഐറ്റംസും വിഷുവിന്റെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് പോവുകയുണ്ട്. ഒരാഴ്ചയായി ആൾക്കാരെല്ലാം മേടിച്ചു തുടങ്ങി. പ്ലാസ്റ്റിക് പോകാണ്ട് ലാസ്റ്റ് കിട്ടുമെന്ന് ഓർത്തു. ക്ലോത്ത് ടൈപ്പാണ്, പ്ലാസ്റ്റിക് ക്ലോത്ത് ടൈപ്പാണ് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷവും കണിക്കൊന്നകളുടെ താളം തെറ്റിക്കുന്നുണ്ട്. എങ്കിലും പ്രകൃതി കനിഞ്ഞു നൽകുന്ന കൊന്നപ്പൂക്കൾ കൊണ്ടുതന്നെ ഇത്തവണയും സമ്പൽ സമൃദ്ധമായൊരു വിഷുക്കണി കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളിയും. സിറ്റി വിഷൻ, ഇടുക്കി.